ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം. ഏസാവിൻ്റെ, അതായത് ഏദോമിൻ്റെ വംശാവലി ഇതാണ്. കാനാന്യ സ്ത്രീകളിൽ നിന്നാണ് ഏസാവ് തനിക്ക് ഭാര്യമാരെ സ്വീകരിച്ചത്. ഹിത്യനായ ഏലോനിൻ്റെ മകൾ ആദാ, ഹിവ്യനായ സിബയോനിൻ്റെ മകളായ ആനായുടെ പുത്രി ഒഹൊലീബാമ, ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ ബസ്മത്ത് എന്നിവരായിരുന്നു അവർ. ആദാ ഏസാവിനായി എലീഫാസിനെ പ്രസവിച്ചു. ബസ്മത്ത് റവുവേലിനെയും പ്രസവിച്ചു. ഒഹൊലീബാമ യവൂഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു. ഇവരാണ് കാനാൻ ദേശത്ത് ഏസാവിന് പിറന്ന മക്കൾ. ഏസാവ് തൻ്റെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും വീട്ടിലുള്ള എല്ലാ ആളുകളെയും തൻ്റെ കാലിക്കൂട്ടവും സകല മൃഗസമ്പത്തും കാനാൻ ദേശത്ത് താൻ നേടിയ സകല സമ്പാദ്യവും എടുത്ത് സ്വസഹോദരനായ യാക്കോബിൽ നിന്നകലെ ഒരു നാട്ടിലേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം അത്ര അധികമായിരുന്നു അവരുടെ സമ്പാദ്യം. അവരുടെ കാലിക്കൂട്ടങ്ങൾ മൂലം അവരെ സംവഹിക്കാൻ അവരുടെ തൽക്കാലവാസഭൂമി അപര്യാപ്തമായിരുന്നു. അതുകൊണ്ട് ഏസാവ് സെയീർ മലയിൽ താമസമാക്കി. ഏസാവ് തന്നെയാണ് ഏദോം. സെയീർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിൻ്റെ വംശാവലി ഇതാണ്. ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്. ഏസാവിൻ്റെ ഭാര്യ ആദായുടെ മകൻ എലീഫാസ്, ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ മകൻ റവുവേൽ. എലീഫാസിൻ്റെ പുത്രന്മാരായിരുന്നു തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ് എന്നിവർ. ഏസാവിൻ്റെ മകൻ എലീഫാസിന് തിമ്ന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു. അവൾ എലീഫാസിനായി അമലേക്കിനെ പ്രസവിച്ചു. ഇവരാണ് ഏസാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. റവുവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ എന്നിവർ. ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ മക്കളാണ് ഇവർ. സിബയോനിൻ്റെ പുത്രിയായ ആനായുടെ മകളും ഏസാവിൻ്റെ ഭാര്യയുമായ ഒഹൊലീബാമായുടെ പുത്രന്മാർ ഇവരാണ്. അവൾ ഏസാവിനായി യവൂഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു. ഏസാവിൻ്റെ മക്കളുടെ പ്രഭുക്കന്മാർ ഇവരാണ്. ഏസാവിൻ്റെ ആദ്യജാതനായ എലീഫാസിൻ്റെ മക്കൾ തേമാൻ പ്രഭു, ഓമർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോറഹ് പ്രഭു, ഗത്താം പ്രഭു, അമലേഖ് പ്രഭു. ഇവരാണ് ഏദോം നാട്ടിൽ എലീഫാസിൻ്റെ പ്രഭുക്കന്മാർ. ആദായുടെ പുത്രന്മാരാണിവർ. ഏസാവിൻ്റെ മകനായ റവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത് പ്രഭു, സേറഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ്സ പ്രഭു. ഇവയാണ് ഏദോം നാട്ടിൽ റവുവേലിൻ്റെ പ്രഭുക്കന്മാർ. ഇവർ ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ മക്കളാണ്. ഏസാവിൻ്റെ ഭാര്യ ഒഹൊലീബാമായുടെ പുത്രന്മാർ ഇവരാണ്. യവൂഷ് പ്രഭു, യലാം പ്രഭു, കോറഹ് പ്രഭു. ഇവരാണ് ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹൊലീബാമായുടെ പ്രഭുക്കന്മാർ. ഇവരാണ് ഏസാവിൻ്റെ, അതായത് ഏദോമിൻ്റെ പുത്രന്മാർ. അവരുടെ പ്രഭുക്കന്മാർ ഇവർ തന്നെ. ഇവർ അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയീർ എന്ന ഹോരിൻ്റെ പുത്രന്മാരുമാണ്. ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ഏദോം നാട്ടിലെ സെയീറിൻ്റെ പുത്രന്മാരും ഹോര്യകുലങ്ങളുമാണിവർ. ലോത്താൻ്റെ പുത്രന്മാരായിരുന്നു ഹോറിയും ഹേമാമും. ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം എന്നിവർ. സിബയോനിൻ്റെ പുത്രന്മാർ ഇവരാണ് അയ്യ, ആന. തൻ്റെ പിതാവായ സിബയോനിൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെ. ആനായുടെ മക്കൾ ഇവരാണ് ദീഷോനും ആനായുടെ പുത്രി ഒഹൊലീബാമായും. ദീഷാൻ്റെ പുത്രന്മാർ ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു. ഏസറിൻ്റെ പുത്രന്മാർ ഇവരാണ് ബിൽഹാൻ, സാവാൻ, അക്കാൻ.
ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, അരാൻ എന്നിവരാണ്. ഹോര്യകുലങ്ങൾ ഇവയാണ്: ലോത്താൻ കുലം, ഷോബാൻ കുലം, സിബയോൻ കുലം, ആനാ കുലം, ദീഷോൻ കുലം, ഏസർ കുലം, ദീഷാൻ കുലം. സെയിർ നാട്ടിൽ ഹോര്യകുലങ്ങൾ അവരുടെ നേതാക്കൾക്കനുസരിച്ച് ഇവയാണ്. ഇസ്രായേല്യർക്ക് രാജഭരണം ഉണ്ടാകുന്നതിനു മുമ്പ് ഏദോം നാട് ഭരിച്ച രാജാക്കന്മാർ ഇവരായിരുന്നു. ബേയോറിൻ്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ബൊസ്രായിൽ നിന്നുള്ള സേറഹിൻ്റെ മകൻ യോബാബ് ഏദോമിൽ ഭരിച്ചു. യോബാബ് മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് തേമാന്യദേശത്തു നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ബദാദിൻ്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മോവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിദ് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് മസ്രേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് റഹോബോത്ത് ഹന്നഹാറിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് അക്ബോറിൻ്റെ മകനായ ബാൽഹാനാൻ രാജാവായി. അക്ബോറിൻ്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാർ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു. അവൻ്റെ ഭാര്യയുടെ പേര് മെഹേത്തബേൽ എന്നായിരുന്നു. അവൾ മത്രദിൻ്റെ പുത്രിയും മെസാഹാബിൻ്റെ പൗത്രിയുമായിരുന്നു. തങ്ങളുടെ വംശങ്ങളും സ്ഥലങ്ങളും പേരുകളും അനുസരിച്ച് ഏസാവിൻ്റെ കുലനാമങ്ങൾ ഇവയാണ്: തിമ്നാകുലം, അൽവാകുലം, യത്തത്ത് കുലം, ഒഹോലീബാമ കുലം, ഏലാകുലം, പിനോൻ കുലം, കെനസ് കുലം, തേമാൻ കുലം, മിബ്സാർ കുലം, മഗ്ദിയേൽ കുലം, ഈറാം കുലം. തങ്ങളുടെ അവകാശമായ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏദോമിൻ്റെ കുലങ്ങൾ ഇവയായിരുന്നു. ഏദോമ്യരുടെ പൂർവികനാണ് ഏസാവ്.